Okay, we are going to start the class. Take the page number 10. You can take the page number 10. പത്താമത്തെ പേജ് എടുത്തോ. അവിടെ മുതലല്ലേ നമ്മൾ ഇനി എടുക്കേണ്ടത് അല്ലേ? അല്ലേ അലൻ? ജിയാറോസ്, റിച്ചാർഡ്. We have to take the page number 10. Then D. Filling the blanks with this or these. Filling the blanks with this or these. Okay, filling the blanks with this or these. അതല്ലേ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് this എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സിംഗുലർ നൗണിന്റെ കൂടെ ആയിരിക്കും. പ്ലൂറൽ വരുന്ന സമയത്താണ് these ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദാറ്റും ദോസും അല്ലേ? ദാറ്റ് എന്ന് പറയുമ്പോൾ അത് അല്ലേ? അത് ദാറ്റ് എന്ന് പറയുന്നത് സിംഗുലർ നൗണിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഒന്നിനെ അല്ലേ? ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ, സാധനങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മള് ദോസ് എന്നാണ് ഉപയോഗിക്കുക. ഫ്രാസിന് ഉറക്കം വന്നു, പറയുമ്പോഴത്തേക്ക് ഉറക്കം വന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഡി നോക്കിയേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദിസ് ഓർ ദീസ്. ഫസ്റ്റ് വൺ, ദിസ് ഗ്ലാസ്. ദിസ് ഗ്ലാസ് കാരണം എന്താണ്? ഗ്ലാസ് നോക്കുക. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, this glass. This glass. ഈ ഗ്ലാസ് എന്നുള്ളത് സിംഗുലർ ആണ് അല്ലെ മക്കളെ? സിംഗുലർ ആണ്. ഒറ്റ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ ദിസിന്, സോറി ഗ്ലാസിന്. ഞാൻ പറഞ്ഞത് മാറിപ്പോയി. ഗ്ലാസ് എന്നുള്ള നൗണിന്, ഗ്ലാസ് എന്നുള്ള വേർഡിന് ഗ്ലാസ് എന്ന് ഒറ്റ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അവിടെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസസ് എന്ന് പറയില്ലേ? ഇവിടെ ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ആയുഷേ കളിക്കരുത് ബോർഡിൽ എഴുതിയിട്ട്. ഇനി നോക്കിക്കോ, രണ്ടാമത്തത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് വൺ കപ്സ് എന്നാണുള്ളത് അല്ലെ? കപ്സ്, CUPS. കപ്സ് എന്ന് പറഞ്ഞാൽ കപ്പുകൾ. ഒന്നിലധികം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എസ് കൂട്ടിയത് അല്ലെ? കപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കപ്പ്. എസ് കൂട്ടിയപ്പോ ഒന്നിലധികമാണ്. അപ്പൊ ഇവിടെ ദിസ് ആണോ വേണ്ടത്, ദീസ് ആണോ വേണ്ടത്? ഒന്നാണെങ്കിൽ ദിസ്, ഒന്നിലധികമാണ് എങ്കിൽ ദീസ് ആണ് ഉപയോഗിക്കേണ്ടത്. ദീസ്, ദീസ്. മനസ്സിലായോ? അപ്പൊ ദീസ് കപ്സ്, ദീസ് കപ്സ്. നെക്സ്റ്റ് തേർഡ് വൺ ബുക്ക് ആണ്. ബുക്ക് ഒറ്റ ഒന്നാണ്. ബുക്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ബുക്ക് അവിടെ എഴുതണേ, ദിസ് ബുക്ക്. നെക്സ്റ്റ് പ്ലേറ്റ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്ലേറ്റ്സ്, പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ട്. പ്ലേറ്റ് എന്ന് പറഞ്ഞത്, പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്ലേറ്റ് ആണ്. പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഉള്ളത് കൊണ്ട് തന്നെ these plates എന്നാ പറയാ. ഓക്കെ, these plates. You can write there these plates. These plates. നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അഞ്ചാമത്തെ നോക്കിയ ഫിഫ്ത്ത് വൺ സ്വാൻ. സ്വാൻ എന്ന് പറഞ്ഞത് സ്വാൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സ്വാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പൊ ദിസ് സ്വാൻ ഒന്ന് മാത്രമായതുകൊണ്ട് ദിസ് സ്വാൻ. സെവൻത് വൺ houses. Houses, that is a plural noun. So that's why we can write these houses.
these houses. Okay, these houses. These houses. Next one, car. CAR, car എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു കാറേ ഉള്ളൂ അല്ലേ? കാർസ് എന്ന് നമ്മൾ പറയുന്നില്ല. കാർ എന്നുള്ളത് സിംഗുലർ നൗൺ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് എഴുതാം? this car. this car എഴുതിയെടുക്കണേ. this car. ആയുഷ് എഴുതുന്നില്ലേ? ബിയോണ next, pots. pots. pot എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ്, ഒറ്റ ഒരു പോട്ട്. pots എന്ന് പറയുമ്പോൾ അത് ഒന്നിലധികമായി, അതുകൊണ്ട് തന്നെ these pots. these pots. എഴുതി കഴിയാത്തവരുണ്ടോ ഇനി? these cups. this book. these plates. this swan. these houses. this car, and last one, these pots. Have you finished? കഴിഞ്ഞോ മക്കൾ എഴുതിയിട്ട്? സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നില്ലേ? യെസ്. നെക്സ്റ്റ് വൺ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Okay, next question നോക്കിക്കോ ടെക്സ്റ്റ് ബുക്കിലെ. filling the blanks with that or those. നമ്മളിപ്പോ thisഉം theseഉം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ മുക്താസിമേ? ഇനി thatഉം thoseഉം വെച്ചിട്ടാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ്. സിംഗുലർ ആണെങ്കിൽ that, പ്ലൂറൽ ആണെങ്കിൽ those. ചെയ്തു നോക്കാം. എന്താ ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? that baby. that baby. baby എന്ന് പറയുമ്പോ സിംഗുലർ നൗൺ ആണ്. പ്ലൂറൽ ആണെങ്കിൽ ബേബീസ് എന്ന് പറഞ്ഞേനെ. അതുകൊണ്ട് that baby. Okay, first one. Second one, flowers എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത്. flowers. ഫ്ലവർ എന്നതിന്റെ കൂടെ എസ് ചേർത്തപ്പോഴാണ് ഫ്ലവേഴ്സ് ആയത്. സിംഗുലർ നൗൺ ആയ ഫ്ലവറിന്റെ കൂടെ എസ് ചേർത്തപ്പോ പ്ലൂറൽ നൗൺ ആയ ഫ്ലവേഴ്സ് ആയി മാറി. ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് എഴുതാം? those flowers. those flowers. those flowers. Okay, those flowers. Then third one, monkey. that monkey ആണോ those monkey ആണോ? that monkey ആണ്. കാരണം monkey എന്നുള്ളത് ഒറ്റ ഒന്നേ ഉള്ളൂ. monkey എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു monkey എന്ന അർത്ഥം. monkeys എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഒരുപാട് കുരങ്ങന്മാരെന്ന അർത്ഥം. ഓക്കെ, monkey. that monkey. that monkey. that monkey. Then swings. swing എന്നതിന്റെ കൂടെ s ചേർത്തപ്പോ പ്ലൂറൽ നൗൺ ആയ swings ആയി മാറി. സ്വിങ്സിന്റെ കൂടെ അപ്പൊ നമ്മൾ എന്ത് എഴുതും? those swings. those swings. those swings. Next one, eraser. eraser. eraser എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാ. erasers എന്ന് പറയുമ്പോഴോ erasers ഒന്നിലധികമാണ്. അപ്പൊ eraser എന്ന് പറയുമ്പോൾ ഒറ്റ ഒന്നായത് കൊണ്ട് തന്നെ that eraser. that eraser. Next, cabs. cabs. cab എന്ന സിംഗുലർ നൗണിന്റെ കൂടെ
എസ് ചേർത്ത് പ്ലൂറൽ നൗൺ ആയി മാറി അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? those caps. ഇനി 7th one ട്രീ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? ട്രീ. അങ്ങനെ എഴുതാം? ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികമാണ്. ഇവിടെ ട്രീ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ that tree എഴുതിക്കോ. that tree. The last one, chairs. those chairs. Okay, have you finished? കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞോ? എളുപ്പല്ലേ ചെയ്യാൻ വേണ്ടിട്ട്? യെസ്, എളുപ്പാണ് അല്ലേ? ഓക്കെ, then നെക്സ്റ്റ് വർക്ക് എന്താ നോക്കാം നമുക്ക്. let us listen. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. let us listen നമ്മൾക്ക് വേണ്ട, എക്സാമിന് വരാത്തതാണ്. we can skip that. next, let us speak. നോക്കിയേ. talk to your partner about animals. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ കൂടെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾ ആനിമൽസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. do this in turns. ask questions using the names of these animals. താഴെ തന്നിരിക്കുന്ന ആനിമൽസിന്റെ പേര് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്സാമ്പിൾ. അവിടെ ആനിമൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഫിഷ്, ലയൺ, എലഫന്റ്, ടോർട്ടോയിസ്, ബട്ടർഫ്ലൈ. ഒന്നും കൂടി പറഞ്ഞുതരാം. ഫിഷ്, ലയൺ, എലഫന്റ്, ടോർട്ടോയിസ്, ബട്ടർഫ്ലൈ. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ് ഇതും ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രം വായിച്ചു തരാം. ബാക്കി എന്ത് ചെയ്യാം മക്കളെ? വീട്ടിൽ നിന്നും പറഞ്ഞു നോക്കുക. ഓക്കെ, ഇത് നമുക്ക് എക്സാമിന് വരാത്തതാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം? വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്കുക. ഒന്നാമത്തത് ഇവിടെ മിസ് വായിച്ചു തന്നേക്കാം. എക്സാമ്പിൾ. വാട്ട് ഈസ് ദിസ്? ഒരാള് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ എന്താ? ഇതെന്താകുന്നു അല്ലെ ഇതെന്താണ്? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഏത് കാര്യത്തിനെ ആയാലും നമ്മൾ ചോദിക്കുമ്പോ എങ്ങനെയാണ്? ഇതെന്താന്ന് ചോദിക്കല്ലോ നമ്മള്. ഇതെന്താണ് അല്ലെങ്കിൽ ഇതെന്താടാന്ന് ചോദിക്കും നമ്മള്. അപ്പൊ അതിന് പറയാം ഇംഗ്ലീഷിൽ എങ്ങനെയാ ചോദിക്കുക? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? സേ വിത്ത് മീ. വാട്ട് ഈസ് ദിസ്? അഫ്രാസ്, വണ്ടി ലോറി എല്ലാം പിന്നെ പോവാം. വാട്ട് ഈസ് ദിസ്? Okay, what is this? Then another one says that this is a fish. അപ്പൊ നമ്മൾക്ക് എന്ത് പറയാം? ഒരു ഫിഷിനെ നോക്കിയിട്ടാണ് ഒരാൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ദിസ്. അപ്പൊ നമ്മൾക്ക് അറിയാം എന്ത്? ഇത് മീനാണെന്ന് നമ്മൾക്കറിയാം. അപ്പൊ അതെങ്ങനെ പറഞ്ഞു കൊടുക്കാം? ദിസ് ഇസ് എ ഫിഷ്. ഇതൊരു മീനാണ്. ദിസ് ഇസ് എ ഫിഷ്. ഇതൊരു മീനാകുന്നു. ഇനി ഒരു ബോക്സ് ചൂണ്ടിട്ട് നിങ്ങളോട് ഒരാൾ ചോദിക്കും, നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദിസ്? അപ്പൊ നിങ്ങൾ എങ്ങനെ ആൻസർ പറയാ? ദിസ് ഈസ് എ ബോക്സ്. മനസ്സിലായോ? വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചാൽ ഇത് എന്താകുന്നു അല്ലെ ഇതെന്താണ്? ആൻസർ എങ്ങനെ പറയാം? ദിസ് ഈസ് എ ബോക്സ്, ഓർ ദിസ് ഈസ് എ ബുക്ക്, ദിസ് ഈസ് എ ഫോൺ, ദിസ് ഈസ് എ ലാപ്ടോപ്പ്. ഓക്കെ, ദിസ് ഈസ് എ ഫുട്ബോൾ. വാട്ട് ഈസ് ദിസ്? What is this? This is a fish. What is this? This is a fish. And another question here that where does it live? ഇത് എവിടെയാണ് താമസിക്കുന്നത്? Where does it live? Where does it live? ഇത് എവിടെയാണ് താമസിക്കുന്നത്? Where does it live? ഇത് എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് താമസിക്കുന്നത്? It lives in water. ഇത് വെള്ളത്തിലാണ് താമസിക്കുന്നത് അല്ലെ ജീവിക്കുന്നത് എന്ന് എങ്ങനെ പറയാം?
It lives in water. It lives. Lives എന്ന് പറഞ്ഞാൽ ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക. It lives in water. Water എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സോറി, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ് അല്ലേ? അപ്പൊ വെള്ളത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് വാട്ടർ ആണ്. നിങ്ങൾക്ക് അറിയാലോ പറയാൻ. It lives in water. What is this? ഒന്നാമത്തെ question. What is this? It is a fish. Where does it live? It lives in water. Then another question here that what does it have on its body? ഇതിന്റെ ബോഡിയിൽ എന്താണുള്ളത്? What does it have on its body? ഇതിന്റെ ദേഹത്ത് എന്താണുള്ളത്? എന്താ ഉണ്ടാവുക? It has scales on its body. Okay. It has scales on its body. Scales means what? എന്താണ്? ചെതുമ്പലാണല്ലേ? മീനിന്റെ മുകളിൽ നമ്മൾ കാണുന്നില്ലേ ചെതുമ്പല്? നിങ്ങൾ എന്താ പറയാ? ചെതുമ്പല് കാണാറില്ലേ? So it has scales on its body. അപ്പൊ കിട്ടിയല്ലോ. എങ്ങനെയൊക്കെ ചോദിക്കാം? What is this? What is this? What എന്ന് ചോദിക്കരുത്. What is this? That's the pronunciation. What is this? It is a fish. It is a fish. Where does it live? It lives in the water. And last question. What does it have on its body? It has scales on its body. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെ ഓരോ ആനിമൽസിനെയും ചോദിക്കാം. What is this? This is an elephant. നോക്ക്. This is a elephant എന്നാണോ പറയാ? This is a elephant എന്നാണെന്നോ പറയാ? അല്ല, പിന്നെന്താ പറയാ? This is പറഞ്ഞേ. This is an ആണ്. Very good. ഓർമ്മയുണ്ടല്ലേ? This is an elephant. Shahbara, sit properly. Shahbara. This is an elephant. നല്ല മക്കളാണല്ലേ? നമ്മുടെ അവിടെ ആൻ എന്ന് ചേർക്കാൻ കാരണം എന്താണ്? എലഫന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന നൗൺ, ആ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇ എന്ന വവലിൽ നിന്നാണ്. That's why we use an before elephant. So this is an elephant. And where does it live? It lives on land. അല്ലേ? ഇത് എവിടെ താമസിക്കുന്നത്? ഇത് കരയിലാണ് താമസിക്കുന്നത്. And last question, what does it have on its body? അത് ചോദിച്ചാൽ നമ്മൾക്ക് എന്ത് എഴുതാം? It have trunk on its body. അല്ലേ? തുമ്പിക്കൈ ഇല്ലേ? അല്ലേ? ആനയ്ക്ക് എന്തുണ്ട്? തുമ്പിക്കൈ ഉണ്ട് അല്ലേ? യെസ്. ആൻസ്ട്രോസിന്റെ അടുത്ത് ആരാണ്? ഡൊമിനിക്, നമ്മുടെ ദേവാനന്ദാണോ? യെസ്. ഇവിടെ ശ്രദ്ധിക്കണേ. ആരോപി വിനോദ് ആൻഡ് റസിൻ യൂസ് പ്ലീസ് ടേൺ ഓൺ വീഡിയോ. അപ്പൊ ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ. ഇത് എന്താണെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? What is this? What is this? It is a fish or it is an elephant. And where does it live? It lives in water, or it live on forest, or it live on land. And what it have on its body? It has scales on its body, or it has trunk on its body. അപ്പൊ അതുപോലെ ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, മനസ്സിലായോ? ഷഹബറ, ഈ ഇത് മാത്രം തമ്പ് മാത്രം കാണിച്ചാ പോരാ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണേ. കേൾക്കുന്നുണ്ടാ? എനിക്ക് ഇവിടുന്ന് കാണാൻ നീ എന്താ പണിയെടുക്കുന്നത്. ഇങ്ങനെ കിടന്നിട്ടൊന്നും ക്ലാസ് ഇരിക്കേണ്ട കാര്യമില്ല. നേരെ ഇരുന്നേ. സിറ്റ് സ്ട്രേറ്റ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റിന്റെ മുകളിൽ കിടന്നപ്പോ ആരെ ടെക്സ്റ്റ് നോക്കുക? ഓക്കെ, ലിസൺ ഹിയർ. Next page. You can take the next page. Page number 11. Page number 11. Let us write. ഇതെഴുതാനുള്ള സമയമുണ്ടോ നമുക്ക്? ഓക്കെ, 9:37 ആയതേ ഉള്ളൂ. നോക്കിക്കോ. റീഡ് ദിസ് പാരഗ്രാഫ്. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാം. താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിക്കാം. പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കണ്ടോ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് രണ്ണിങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. പാരഗ്രാഫ് താഴെ തന്നിരിക്കുന്ന കുറച്ച് ലൈൻസിനാണ് നമ്മൾ പാരഗ്രാഫ് എന്ന് പറയുക. കേട്ടോ ഫ്രസേ? ഈ കിടന്ന് ആസ്വദിക്കുന്നുണ്ടല്ലോ, ബുക്ക് നോക്കിയേ. യെസ്, റീഡ് ദിസ് പാരഗ്രാഫ്.
Make questions for the answers that's below. Remember to put in the question marks. എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ എഴുതുക ചെയ്യുക അല്ലെ? ക്വസ്റ്റ്യൻ തരും, നമ്മളോട് ആൻസർ എഴുതാൻ വേണ്ടി പറയും. പക്ഷെ ഇവിടെ പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ എഴുതാനാണ്. തന്നിരിക്കുന്ന ആൻസേഴ്സിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, റെഡി അല്ലേ? യെസ് മിസ്, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു തരാം. ലോങ് ലോങ് എഗോ. മിസ് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടേ. ലോങ് ലോങ് എഗോ, ഒരുപാട് നാളുകൾക്ക് മുൻപേ. എഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപേ എന്നാണ് മീനിങ്. ഫ്രാസ് എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ബുക്ക് നോക്കിയേ, എത്ര സമയത്ത് പറയുന്നതാണ് ഞാൻ? തൊട്ട് തൊട്ട് വായിച്ചു. എവിടെ വായിക്കുന്നത്? പേജ് നമ്പർ 11. ആഹാ. Long, long ago, lived a boy called Bharat. He was a very brave boy. He lived with his mother in a forest. His mother's name was Shakuntala. His father's name was Dushyant. Dushyant was a king of Hastinapur. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. അതിന്റെ മീനിങ് മിസ് പറഞ്ഞുതരാം. ലോങ് ലോങ് എഗോ, ഒരുപാട് നാളുകൾക്ക് മുൻപേ. Long, long ago, lived a boy called Bharat. ഒരുപാട് നാളുകൾക്ക് മുൻപേ ഭാരത് എന്ന് പേരുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. Long, long ago, a boy called lived a boy called Bharat. He was a very brave boy. What kind of a boy he is? He is a very brave boy. അവൻ വളരെ ധൈര്യശാലിയായ ഒരു കുട്ടിയായിരുന്നു. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറേജ് ആണ്, സ്ട്രെങ്ത് ആണ്, ധൈര്യമാണ്. ഓക്കെ, he was a very brave boy. He lived with his mother in a forest. അവൻ അവന്റെ അമ്മയുടെ കൂടെ ഫോറസ്റ്റിലായിരുന്നു താമസിച്ചിരുന്നത്. He lived with his mother in a forest. അവൻ അവന്റെ അമ്മയുടെ കൂടെ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ് അല്ലേ? കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. Then his mother's name was Shakuntala. What was his mother's name? What was his mother's name? അവന്റെ അമ്മയുടെ പേരെന്താ? അവന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? His mother's name is Shakuntala. His mother's name is Shakuntala. His father's name was Dushyant. അവന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? His father's name was Dushyant. Dushyant was the king of Hastinapur. ദുഷ്യന്ത് എവിടുത്തെ രാജാവായിരുന്നു? ഹസ്തിനപൂരിലെ രാജാവായിരുന്നു. ദുഷ്യന്ത് was the king. King എന്ന് പറഞ്ഞ രാജാവ്. He was the king of Hastinapur. Yes. മനസ്സിലായല്ലോ? ഒന്നുകൂടി മിസ് അത് വായിച്ചു തരാം. Long, long ago, lived a boy called Bharat. He was a very brave boy. He lived with his mother in a forest. His mother's name was Shakuntala. His father's name was Dushyant. Dushyant was the king of Hastinapur. And first question, avada koduthittunde. Who was Bharat? The answer is Bharat was a very brave boy. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ഭാരത്? Who was Bharat? എന്ന് ചോദിച്ചാൽ ആരായിരുന്നു ഭാരത്? Bharat was a very brave boy.
ഭാരത് ഒരു ധൈര്യശാലിയായ ഒരു ആൺകുട്ടിയായിരുന്നു. And the second answer is given there and we have to write a question for that answer. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് വേണം? തന്നിരിക്കുന്ന ആൻസറിന്റെ ക്വസ്റ്റ്യൻ എഴുതുക. എന്തായിരുന്നു അവിടുത്തെ ആൻസർ എന്താണ്? ഭാരത് lived in a forest. ഭാരത് lived in a forest. ഭാരത് lived in a forest. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഭാരത് ഫോറസ്റ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അഫ്രാസേ, ഭാരത് ഫോറസ്റ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം മക്കളെ? എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? നമ്മള് ഭാരത് എവിടെയാണ് താമസിച്ചിരുന്നത് ചോദിക്കണ്ടേ? വേണ്ടേ? എന്നാലല്ലേ ഭാരത് ഫോറസ്റ്റിലായിരുന്നു എന്ന് ഉത്തരം കിട്ടേണ്ടത്. ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ചോദിക്കാം? Where did Bharat lived? Where did Bharat lived? Where is Naza Mariam? Where did Bharat live? Where did Bharat live? നമുക്ക് എഴുതാലോ അത്. അവിടെ എഴുതിക്കോ. സെക്കൻഡ് വണ്ണിന് നേരെ എഴുതണേ. Where did, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. Did Bharat live? And you have to put a question mark. Where എന്നതിന്റെ W ക്യാപിറ്റൽ ആയിരിക്കണം. കാരണം ഒരു സെന്റൻസ് അല്ലെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. And did Bharat, ഭാരത് എന്നുള്ളത് ഒരാളുടെ പേരായതുകൊണ്ട് പേരിന്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി റിച്ചാർഡ് എന്ന് എഴുതുമ്പോഴും ഫാത്തിമ എന്ന് എഴുതുമ്പോഴും അലൻ എന്ന് എഴുതുമ്പോഴും നിയ എന്ന് എഴുതുമ്പോഴും എല്ലാവരുടെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. ഓക്കെ, ആരുടെ പേര് എഴുതിയാലും ഒന്നാമത്തെ ലെറ്റർ എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് where did Bharat live എന്ന് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ ആണ് എന്ത്? ഭാരത് lived in a forest. And you have to put a question marks also. നമ്മൾ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. എങ്ങനെയാ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക? ഇങ്ങനെ വരയ്ക്കുക. ഇത് മിസ്സിന്റെ മൗസ് ആയതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെയാണ്. This is question mark. അടിയൊരു കുത്തുവിടുക. And okay, have you finished? തീർന്നോ? എഴുതി കഴിഞ്ഞവരല്ലേ എല്ലാവരും? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണേ. Yes. And the next question. എന്താ അവിടെ ആൻസർ തന്നിട്ടുള്ളത്? എന്താ ആൻസർ തന്നിട്ടുള്ളത്? ഭാരത്'s mother's name was ശകുന്തള. ഭാരതിന്റെ അമ്മയുടെ പേര് ശകുന്തള ആയിരുന്നു. ഭാരതിന്റെ അമ്മയുടെ പേരെന്താണ്? ഭാരതിന്റെ അമ്മയുടെ പേര് ശകുന്തള ആയിരുന്നു. Then അങ്ങനെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം? ഭാരതിന്റെ അമ്മയുടെ പേര് എന്തായിരുന്നു അല്ലേ? What was the name of Bharat's mother? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? What was Bharat's mother's name? എഴുതിക്കോ. What was Bharat's mother's name? നോക്ക മക്കളെ, ഭാരത് എന്ന് എഴുതി മുകളിൽ എന്ത് എഴുതുക? ഒരു അപ്പോസ്ട്രോഫി ഇടുക. മുകളിൽ ഒരു കോമ ഇട്ടതിന് ശേഷം മാത്രമേ എസ് എഴുതാൻ പാടുള്ളൂ. ഭാരതിന്റെ എന്നാണ് ഇത് മീൻ ചെയ്യുക.
What was Bharat's mother's name? What was Bharat's mother's name? Okay, finished? കഴിഞ്ഞോ മക്കളെ? Okay, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് തേർഡ് ആൻസർ? ദുഷ്യൻ വാസ് ദ കിങ് ഓഫ് ഹസ്തിനപൂർ എന്നാണ് അവിടെ ആൻസർ തന്നിട്ടുള്ളത്. ദുഷ്യൻ വാസ് ദ കിങ് ഓഫ് ഹസ്തിനപൂർ. ഹസ്തിനപൂരിലെ രാജാവായിരുന്നു ദുഷ്യൻ എന്ന് നമ്മളോട് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം? Who was the king of Hastinapur? Or who was Dushyan? നമുക്ക് എന്ത് എഴുതാം? എന്ത് എഴുതാം നമുക്ക്? Who is the king of Hastinapur എന്ന് എഴുതാം. Who was Dushyan എന്ന് എഴുതാം. അതായിരിക്കും ചെറുതല്ലേ? എഴുതിക്കോ. Who was Dushyan? Who was Dushyan? Who was Dushyan? ആരായിരുന്നു ദുഷ്യൻ? Dushyan was the king of Hastinapur. You have to study all 3 questions and answers for next class. Next class വരുന്ന സമയത്ത് നോട്ട് 3 എഴുതും. 4 questions ഇല്ലേ? 4 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പഠിക്കാതെ ഒരാൾ പോലും അടുത്ത ക്ലാസ്സിലേക്ക് വരണ്ട, ഞാൻ എഴുതിപ്പിക്കും. കേട്ടല്ലോ? Who was Dushyan? Dushyan was the king of Hastinapur. Finished? ഇനി കഴിയാത്തവരുണ്ടോ? എഴുതി കഴിയാത്തവരുണ്ടോ? ഇനി ഉണ്ടോ? ഒന്നുകൂടി മിസ് കാണിച്ചു തരാം. സ്പീഡിൽ എഴുതണേ. വലിയ മക്കളായില്ലേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയ മക്കളായില്ലേ? അപ്പൊ സ്പീഡിൽ എഴുതാൻ ഇനി മുതല്. കഴിഞ്ഞോ മക്കളെ? Finished? ആൻസേഴ്സും ദേവാനന്ദും എഴുതിയില്ലേ? സ്പീഡിൽ എഴുതിയ മോനെ.
Okay. Ende Biona, why are you crying there? Oh, is it your acting? Okay, then we can wind up our class. The time is up. Bye. See you in the next class. Bye. Next class എന്തൊക്കെ പഠിച്ചിട്ട് വരണമെന്നാ പറഞ്ഞത് മിസ്? 4 ക്വസ്റ്റ്യനും 4 ആൻസറും പഠിച്ചിട്ട് വരിക, എഴുതാൻ പഠിച്ചിട്ട് വരിക. കേട്ടല്ലോ? ഓക്കെ ബൈ.